ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീമഹാകാള്യൈ നമഃ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 8-ാം അധ്യായമാണ് ഇപ്പോൾ പാരായണം ചെയ്യേണ്ടത്. 6, 7, 8, 9 അധ്യായങ്ങളിലായിട്ട് ഭദ്രകാളി സമുൽപ്പത്തി, മധുകൈടഭ വധം പറഞ്ഞിരിക്കുന്നു. 7-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് അമ്മയെ സ്തുതിക്കുന്നതായിട്ട് രംഗം. ഭഗവാൻ ഉറങ്ങുന്ന ആ ഭഗവാനിൽ നിന്നും ഈ നിദ്രാദേവി ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട് ഭദ്രകാളി സ്വരൂപത്തിൽ പ്രത്യക്ഷയായി. ആ അമ്മയെ നന്നായിട്ട് തന്നെ ബ്രഹ്മാവ് സ്തുതിച്ചു, ആവശ്യവും പറഞ്ഞു. മധുകേടവന്മാരെ വധിക്കണം. അത് അമ്മ ചെയ്താലും വിരോധമില്ല, വിഷ്ണുവിനെ കൊണ്ട് ചെയ്യിച്ചാലും വിരോധമില്ല, എന്നെ അമ്മ വധിച്ചാലും വിരോധമില്ല, മധുകൈടവന്മാരാൽ വധം അരുത്. ഇങ്ങനെ നന്നായിട്ട് തന്നെ ഭക്തൻ എന്ന നിലയ്ക്ക് ബ്രഹ്മാവ് സ്തുതിച്ചു. അമ്മ പ്രത്യക്ഷയായി വിഷ്ണുവിനെ കൊണ്ട് വധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെ ചെയ്യണം. വിഷ്ണുവും മധുകൈടവന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് തനിക്ക് ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ മനനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, സ്വച്ഛന്ത മൃത്യു വരമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ അസുരന്മാര് എന്ന്. അപ്പോൾ അമ്മയെ തന്നെ ആശ്രയിക്കണു, സ്തുതിക്കണു. അമ്മ ഈ അസുരന്മാരെ മോഹിപ്പിച്ചോളാം എന്ന് പറയണു. അങ്ങനെ അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് മധുകൈടവന്മാരെ അവരുടെ തന്നെ ഇച്ഛയ്ക്കനുസരിച്ച് മഹാവിഷ്ണുവിനാൽ അമ്മ അവരെ വധിക്കുന്നു, മുക്തി കൊടുക്കുന്നു എന്ന് സാരം. 2 അധ്യായങ്ങളിലായിട്ട് നമുക്കത് കേൾക്കാം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 8-ാം അധ്യായം. ഋഷികൾ. ഇതിൽ 51 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഓം. സന്ദേഹമുണ്ട് ഈ കഥയിൽ പരമത്ഭുതവും വിഭോ, പരം അത്ഭുതവും വിഭോ. തീർത്തുരയ്ക്കുന്നു വിദ്വാൻമാർ വേദശാസ്ത്രാദിയും സദാ. ബ്രഹ്മവിഷ്ണുഹരന്മാരാം മൂവർത്താൻ നിത്യരായവർ, അവർക്കും മീതയിൽ ഒന്നും ബ്രഹ്മാണ്ടത്തിലൊരേടവും. സൃഷ്ടിപ്പൂ വിധി ലോകങ്ങൾ കാത്തുരക്ഷിപ്പു വിഷ്ണുവും, രുദ്രനോ സംഹരിക്കുന്നു കാരണം 3 പേരിവർ. ഒരേ മൂർത്തി രജസത്വ തമോഭേദം നിമിത്തമായി 3ആയി പിരിഞ്ഞു ചെയ്യുന്നു സൃഷ്ടിരക്ഷാലയങ്ങളെ. ഇവ മൂവർക്കിടയിൽ ശ്രേഷ്ഠൻ വിഷ്ണുവാം പുരുഷോത്തമൻ, ആദിദേവൻ ജഗന്നാഥൻ സമർത്ഥൻ കർമ്മമേദിനം. ഇത്ര തേജസ്സോടില്ല അന്യൻ ഇത്രത്തോളം സമർത്ഥനും. എന്നിട്ടും മായതൻ കീഴിൽ പെട്ട് ഉറങ്ങിയതോ ഹരി. എങ്ങുപോയി വിഷ്ണുവിൻ ജ്ഞാന ജീവചേഷ്ടകളൊക്കെയും. സന്ദേഹമിതു താൻ ചൊൽക മഹാത്മൻ ശുഭമാം വിധം. പ്രഭുവാം വിഷ്ണുവെ പോലും കീഴടക്കിയതായി നീ, ചൊന്നോരശക്തി എങ്ങുണ്ടായി എന്തുവാൻ അവൾ തൻ ബലം. ശ്രീ മഹാദേവി നമ. ഈ ശൗനകാദി മഹർഷിമാര് സൂതനോട് ചോദിക്കുന്നത് ചോദ്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ആ ജഗദ്ഗുരുവാം സച്ചിൽ സ്വരൂപൻ നിഖിലേശ്വരൻ ഏവം ഭരിപ്പവൻ ചെയ്വോൻ സൃഷ്ടി ചെയ്വോൻ പരാൽപരൻ പരാനന്ദൻ രജസറ്റോൻ ശുദ്ധൻ സർവഗനാം ഹരി. പരമാത്മാവൻ നിദ്രാവശനായി തീർന്നതെങ്ങനെ? ഇതാണ് ആശ്ചര്യകരമാം ശങ്കയിങ് പരന്തവ. ജ്ഞാനമാം വാളിനാൽ ശങ്കാച്ഛേദം ചെയ്യുക മഹാശയ. മഹാവിഷ്ണുവിന് പോലും ഇപ്രകാരത്തിൽ സംഭവിച്ചു വച്ചാൽ അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഏത് ശക്തിയാണ് ഇപ്രകാരത്തിൽ ഇങ്ങനെ കളിക്കുന്നത്? അത് യഥാർത്ഥത്തിലുള്ള ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അതിനെ തരാതി ഭാരം എന്നാണ്. ഈ സംസാരത്തെ കടക്കാനുള്ള ആ കഴിവ് ജ്ഞാനത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങളൊരു മോഹജാലത്തിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അതിൽ നിന്നും മോചനം തരണേ എന്ന് സൂതനോട് ശൗനകാദി മഹർഷിമാർ പറയുകയാണ്. അപ്പോഴാണ് ഭദ്രകാളിയുടെ കാര്യങ്ങളെല്ലാം വിസ്തരിച്ചിവിടെ കഥയായിട്ട് പറയണത്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ചോദിക്കണു, പറയണു, അത്രയേ ഉള്ളൂ. സൂതൻ
മൂലോകത്തിലും ആരുണ്ട് ഈ സന്ദേഹം നിഹനിക്കുവാൻ? നാരദൻ കപിലൻ തൊട്ട വിധി പുത്ര ഋഷീന്ദ്രരും മോഹിക്കയാണ് ഈ പ്രശ്നത്തിൻ സത്യം കാണാതെ കേവലം. പിന്നെ ഈ ദുർഘട പ്രശ്നത്തിങ്കൽ ഞാൻ എന്തുരയ്ക്കുവാൻ? വിഷ്ണുവത്രേ സുരന്മാരിൽ മുഖ്യൻ, ത്രാതാവ് സർവകൻ, അവങ്കൽ നിന്നുമുണ്ടായി വിരാട്ടും സർവവിശ്വവും. ഇപ്പോൾ മഹാവിഷ്ണുവിൽ നിന്നാണ് നാരായൺ, അനന്തപത്മനാഭൻ, അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാങ്കൽ നിന്റെ ഈ പൊക്കിളിൽ നിന്നാണ്, നാഭിയിൽ നിന്നാണ് താമര ഉണ്ടായതും ആ താമരയിലെ ബ്രഹ്മാവ് ഉണ്ടായതും. ഇത് എല്ലാ പുരാണങ്ങളും ഒരേപോലെ തന്നെയാണ് പറയണത്. അതിൽ യാതൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ നിയന്ത്രിക്കുന്ന ഭാവം ബ്രഹ്മം, അതിന് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ട് പ്രത്യേകമായിട്ട് പല ഭാവങ്ങളുണ്ട് എന്നേ പറയുന്നുള്ളൂ എന്ന് സാരം. ഇപ്പം ഇവിടെ ദേവീ ഭാവത്തിലാണ് ബ്രഹ്മം, അത്രയേ ഉള്ളൂ. അപ്പം ആ ബ്രഹ്മത്തെയാണ് വിസ്തരിക്കുന്നത്. ഇവിടെ വിഷ്ണുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും, ശിവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും, പിന്നെ സൂര്യൻ്റെ, അഗ്നിയുടെ പ്രമാണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചുകൊണ്ട് ഏത് ദേവനാണ് കൂടുതൽ കഴിവ് എന്ന് ചോദിക്കുക. വിഷ്ണുപത്രേ സുരന്മാരിൽ മുഖ്യൻ, ത്രാതാവു സർവകൻ, അവങ്കൽ നിന്നുമുണ്ടായി വിരാട്ടും സർവവിശ്വവും. ആ പരാൽപരനാം വാസുദേവൻ നാരായണൻ ഹരി, ജനാർദ്ദൻ ഹൃഷികേശൻ തന്നെ കൂപ്പുന്നിദേവരും. ചിലർക്ക് ഉപാസന ശംഭു ചന്ദ്രകലയണിഞ്ഞവൻ, ത്രിനേത്രൻ പഞ്ചവദനൻ ശൂലപാണി വൃഷധ്വജൻ. മഹാദേവൻ വേദമെല്ലാം വാഴ്ത്തുവോൻ, ത്രംബകാഭിധൻ പാതിമയ്യാൽ മലമകളായോൻ, ചെഞ്ചിട പൂണ്ടവൻ രജതാദ്രിയിൽ വാഴുന്നോൻ, സർവശക്തിയുമുള്ളവൻ ഭൂതവൃന്ദങ്ങളുടയോൻ, ദക്ഷയജ്ഞം മുടക്കിയോൻ. വേദങ്ങളിൽ ചൊന്നവണ്ണം വേദവിത്തുക്കളൊക്കെയും പരമാത്മാവെന്ന പേരിൽ വിളികൊണ്ട ദിനേശനെ. ഇപ്പോൾ ദിനേശൻ എന്നുള്ളത് സൂര്യനാണ്. ശിവനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ പഞ്ചമുഖനായിട്ടുള്ള 10 കൈയുള്ള ആനത്തോല ഉത്തരീയം, പുലിത്തോല് വസ്ത്രം, പിന്നെ ചന്ദ്രശേഖരനായിട്ടും ഗംഗാധരനായിട്ടും നീലകണ്ഠനായിട്ടും ധാരാളം ഉണ്ട്. അപ്പോൾ കുറേ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ശിവനെ പറഞ്ഞു. പിന്നെ സൂര്യനെ പറയാ, വേദങ്ങളിൽ ചൊന്നവണ്ണം വേദവിത്തുക്കളൊക്കെയും പരമാത്മാവെന്ന പേരിൽ വിളികൊണ്ട ദിനേശനെ വെളുപ്പിന്നും നട്ടുച്ചയ്ക്കും സായം സന്ധ്യയിലും ക്രമാൽ നാനാസ്തവങ്ങളാൽ കീർത്തിച്ചുപാസിച്ചു നിരന്തരം. ഇപ്പോൾ രാവിലെ സഹസ്രാവൃത്തി കാര്യങ്ങൾ, ഉച്ചയ്ക്ക് ഉപസ്ഥാനം എന്ന സൂര്യവന്ദനം, വൈകുന്നേരം സായം സന്ധ്യയ്ക്ക് സഹസ്രാവൃത്തി, അതല്ലാച്ചാൽ 108 ഗായത്രി, അല്ലെങ്കിൽ 336 ഗായത്രി, അല്ലെങ്കിൽ 24, ഇങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഗായത്രി ഉപാസകർ ധാരാളം ഉണ്ടവരൊക്കെ സൂര്യനെയാണ് ഈശ്വരനായിട്ട് കാണുന്നത്. ഉപാസിപ്പു വന്ഹിയെയും വിജ്ഞർ വേദോക്തിയിൻ പടി മൂലോകാധിപനാം ഇന്ദ്രനെയും പാശിയെയും തഥാ. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അഷ്ടദിക്പാലകന്മാരെ പറയണം. അതിൽ വേദത്തിൽ അഗ്നി ബ്രഹ്മം എന്ന രീതിയിലാണ്. അപ്പോൾ അഗ്നി ഉപാസന അത് ചെയ്യുന്നു എന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അതിനെ വിസ്തരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഷ്ടദിക്പാലകന്മാരുടെ ഗണത്തിൽപ്പെടുത്തി. ഇനി പ്രമാണങ്ങൾ, അതേപോലെ തന്നെ 7 ഭാവങ്ങൾ, പ്രമാണം 7ആണ്, 7 ഭാവമുണ്ട്. അതേപോലെ തന്നെ ദൃഷ്ടാന്തം 7. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈശ്വരഭാവത്തെയും അതേപോലെ മറ്റു പലതും മനസ്സിലാക്കുക എന്ന് സാരം. മനസ്സിലാക്കാനുള്ള ഉപായങ്ങളാണ് ഇതൊക്കെ, ഉപാധികളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഏവം വിധം ഗംഗ വിവിധ പ്രവാഹങ്ങളിൽ അവിധം വർത്തിപ്പു വിഷ്ണു താൻ ദേവന്മാരിൽ എന്ന ഹർഷമാമതം. എല്ലാറ്റിലും വിഷ്ണു ഉണ്ട് എന്നുള്ളത് പറയാറുണ്ട്. പർവ്വതമായാലും വേണ്ടില്ല, നദിയായാലും വേണ്ടില്ല, വൃക്ഷങ്ങളായാലും വേണ്ടില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ ശൈവമായിട്ട് പറയുമ്പോൾ കൂവളം ശൈവമായിട്ടാണ് പറയുക. മുല്ല അത് ശാക്തേയമായിട്ടാണ് പറയുക. തുളസിയും ഇതൊക്കെ വൈഷ്ണവായിട്ടാണ് പറയുക. അപ്പോൾ വൃക്ഷങ്ങളായാലും ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് സാരം. അങ്ങനെയാണ്. ഇപ്പം നദികളെല്ലാം ദേവീ സമ്പ്രദായത്തിലാണ്, ദേവീ രൂപത്തിലാണ്. അതേപോലെ വരുണൻ അത് മഹാവിഷ്ണു തന്നെയാണ്. കടൽ അല്ലെങ്കിൽ സമുദ്രം ജലാധിപൻ എന്ന നിലയ്ക്കാണ് പാശിദേവനായിട്ട്. മൂവിധം താൻ പ്രമാണങ്ങൾ പണ്ഡിതന്മാരുരപ്പതും പ്രത്യക്ഷം ഊഹം മൂന്നാമത്തേത് ശാബ്ദവും. ഇങ്ങനെ ഇപ്പം 3 എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ 4 ആദ്യം പറയാണ്. ഉപമാനത്തെയും കൂട്ടി 4 ഓതുന്നിത് അന്യരും അർത്ഥാപത്തിയോട് 5 ധീമാന്മാർ
ചിലർ ചൊല്ലുകയാം. ഏഴെന്നോതുന്നു പൗരാണികന്മാരായ മനീഷികൾ. ഇവ സാക്ഷി, ഐതിഹ്യം ഇങ്ങനെ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യക്ഷം, ഊഹം, ശാബ്ദം, ഉപമാനം, അർത്ഥാപത്തി എന്നാ പറയാ. അതേപോലെ സാക്ഷി, ഐതിഹ്യം ഇങ്ങനെ പ്രമാണങ്ങൾ 7ഉണ്ട്. ഈ 7 പ്രമാണങ്ങൾക്കനുസരിച്ച് ദേവതകളെയൊക്കെ സങ്കല്പിക്കാൻ സാധിക്കും. ഈ പ്രമാണങ്ങളാൽ നൂനം ബ്രഹ്മത്തെ അറിയാൻ പണി. പക്ഷേ ഈശ്വരനെ ബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് അറിയാൻ സാധ്യമില്ല. സകല സ്വരൂപത്തെ അറിയാം, അത്രേ പറ്റുള്ളൂ. ബുദ്ധിയാൽ, ആഗമത്താലും, ദൃഢമാം യുക്തി ചർച്ചയാൽ, വീണ്ടും വീണ്ടും ചിന്തയാലും തർക്കം കർത്തവ്യമാണിതിൽ. ശിഷ്ടമാർഗാനുസൃതമാം ദൃഷ്ടാന്തം കൊണ്ടും അവിധം ജ്ഞാനം കൊണ്ടും നേരിലത് ചിന്തിച്ചറിയണം ബുധർ. അതുപോലെ ദൃഷ്ടാന്തങ്ങൾ 7ആണ്. ബുദ്ധി, ആഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം. പിന്നെ യുക്തിയുക്തമായിട്ട് ചിന്തിക്കുക. അതേപോലെ ചിന്തകൾ, മനനം ചെയ്യുക എന്നത്. തർക്കം, അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്ന് രണ്ടുപേരും പറഞ്ഞ് അതിൽ ഒന്നല്ല, അതിലേതാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ചേർത്തിട്ടാണോ കൊടുക്കേണ്ടത് വെച്ചാൽ അങ്ങനെ, അത്രയേ ഉള്ളൂ. അങ്ങനെ തർക്കം കൊണ്ട്, പിന്നെ ദൃഷ്ടാന്തം കൊണ്ട്, അനുഭവം കൊണ്ട്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട് എല്ലാം കൂടിയിട്ടാണ് ദൃഷ്ടാന്തം. കണ്ട്, തൊട്ട പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊലി, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവം, അതാണ് ദൃഷ്ടാന്തം. അതേപോലെ ജ്ഞാനം കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചറിയണം. ബുദ്ധി, വേദം, യുക്തി, ചിന്ത, തർക്കം, ദൃഷ്ടാന്തം, ജ്ഞാനം, ഇങ്ങനെ ദൃഷ്ടാന്തം 7. അതേപോലെ തന്നെയാണ് ഇപ്പോൾ 7 ഭാവങ്ങളുണ്ട്. ശാശ്വതമായിട്ടുള്ള ഭാവം, ക്ഷണികമായിട്ടുള്ള ഭാവം, ശൂന്യമായിട്ടുള്ള ഭാവം, നിത്യമായിട്ടുള്ള ഭാവം, അനിത്യമായിട്ടുള്ള ഭാവം, കർത്തൃത്വം അങ്ങനെയായിട്ടുള്ള ഭാവം. അതേപോലെ അഹം എന്നുള്ള ഭാവം. ഇങ്ങനെ പല ഭാവങ്ങളുണ്ട്. ശാശ്വതമായിട്ടുള്ള ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന് മാത്രമേ ശാശ്വതം ഉള്ളൂ. ക്ഷണികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഴത്തുള്ളി കൊണ്ട് വീഴുകയാണെന്ന് വെച്ചാൽ ആ വീഴുന്നത് ഒരു ക്ഷണികമാണ്, ഒരു ക്ഷണമാണ്. നമ്മൾ കൈയൊന്നിങ്ങനെ ഞൊടിച്ചു വെച്ചാൽ അത് ക്ഷണികമാണ്. അതേപോലെ ശൂന്യം, ഒന്നുമില്ലാത്തൊരവസ്ഥ, ശൂന്യാകാശം എന്നൊക്കെ പറയില്ലേ എന്ന കൂട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ വാക്വമൈസിങ് അല്ലേ. അതേപോലെ നിത്യവും ശാശ്വതവും തുല്യം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് പ്രകൃതിയിൽ നിത്യമായിട്ട് നിൽക്കുന്നതിന് നിത്യം എന്ന് പറയും. ശാശ്വതം എന്നുള്ളത് അതിൻ്റെ അപ്പുറം. എങ്കിലും നിത്യൻ എന്നുള്ളത് ബ്രഹ്മത്തെയും നിത്യൻ എന്ന് പറയാറുണ്ട്. അതേപോലെ അനിത്യം. ഇപ്പം നമ്മളൊക്കെ അനിത്യന്മാരാണ്. നമ്മളിപ്പോൾ 100 കൊല്ലം ജീവിക്കുകയാണെന്ന് വെച്ചാൽ ഈ 100 കൊല്ലം നമ്മളിവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കീർത്തിയോ അല്ലെങ്കിൽ ഫോട്ടോയോ അങ്ങനെയൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ അതാണ്ടാവുക. അപ്പോൾ അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, നമ്മൾ അനിത്യരാണ്. അതേപോലെ കർത്തൃത്വം, ഇന്നയാൾ ഇന്ന കാലത്ത് ഇന്നത് ചെയ്തു. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ്, അവരെന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് പുരാണത്തിൽ പറയണം. അതേപോലെ അഹം, ഇപ്പോൾ നമ്മളുള്ള ആളെയാണ്, നമ്മളിപ്പോൾ ഉണ്ട്. ഇപ്പം ഞാൻ ഇത് ചെയ്തു, ഞാനിത് പാരായണം ചെയ്യണു, യൂട്യൂബിലിടുന്നു, ഇപ്പം ഞാനായി അവിടെ. അതാണ് അഹംഭാവം. അത് അഹങ്കാരമായിട്ട് മാറും. അതായത് കർത്തൃത്വഭാവത്തിൽ 2 തരത്തിലാണ്. ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കണു, അതാണ് ശരിക്കും വേണ്ടത്. എന്നെ കൊണ്ട് ഭഗവാൻ ഇത് ചെയ്യിക്കുകയാണ്, അമ്മ ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ വിനയഭാവമായി. ഇത് ഞാനാണോ ചെയ്യുന്നത് എന്ന് വിചാരിച്ചാലോ അത് അഹംഭാവമായി. 2 ഭാവവും ഒന്ന് തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. ഫലം കൊണ്ടേ പ്രസാദം, ഊണ്, നേദ്യം പ്രസാദം കിട്ടിയെന്ന് കൂട്ടുക. അത് നമ്മൾ സാധാരണഗതിയിൽ അമ്മയ്ക്ക് കീർത്തനത്തോട് കൂടിയിട്ടൊക്കെ സമർപ്പിച്ച് അതാണ് നമ്മൾ കഴിക്കുക. അത് പ്രസാദമാണ്. അത് തന്നെ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കാതെ കണ്ട് വിസ്തരിച്ച് ചോറും കൂട്ടാനും ഉപ്പേരിയും പപ്പടവും പായസം ഒക്കെ ഉണ്ടാവും. അത് അമ്മയ്ക്ക് നേരിച്ചിട്ടാവുമ്പോൾ പ്രസാദമായി, നേദിക്കാതെ കണ്ടാവുമ്പോൾ ആ പ്രസാദ ഫലം ഇല്ലാണ്ടേ. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്നും ഓതുന്നു വിദ്വാൻമാരേവം കീർത്തിക്കുന്നു പുരാണവും. ബ്രഹ്മാവിങ്കൽ സൃഷ്ടിശക്തി, രക്ഷിക്കാൻ ശക്തി വിഷ്ണുവിൽ, സംഹാരശക്തി ഹരനിൽ, പ്രകാശിക ഇനങ്കലും, കൂർമ്മത്തിനും ശേഷനിലും ധാരണാശക്തിയും, പ്രേരണാശക്തി കാറ്റിങ്കൽ, അഗ്നിയിൽ ദാഹശക്തിയും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ശക്തി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, അമ്മ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൽ സൃഷ്ടിക്കാനുള്ള ശക്തിയാണ്. മഹാദേവൻ സംഹരിക്കും, പാലനം ചെയ്യുക വിഷ്ണുവാണ്, പ്രകാശിപ്പിക്കുക, ഊർജം കൊടുക്കുക, ചൂട് തുടങ്ങിയതിലൊക്കെ കൊടുക്കുക, അതൊക്കെ സൂര്യൻ്റെ പണിയാണ്. പിന്നെ കൂർമ്മം, അത് ഈ എല്ലാറ്റിനെയും താങ്ങുക എന്ന ബേസ്, അടിത്തറ. അതേപോലെ
ശേഷൻ, ആ ശേഷന്റെ ഭണത്തിലാണല്ലോ ഭൂമി ഒരു കടുകുമണി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ശേഷനും താങ്ങുക എന്ന അർത്ഥം തന്നെ, മഹാവിഷ്ണുവിനെ പോലും താങ്ങുകയാണ്. അപ്പോൾ ആ ശേഷന്റെയും താഴെയാണ് കൂർമ്മത്തിന്റെ സ്ഥാനം. കൂർമ്മം കഴിഞ്ഞിട്ടാണ് ശേഷൻ, ശേഷൻ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വിഷ്ണു വരിക. അതങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്. കൂർമ്മത്തിന്റെ മീതെ ശേഷൻ കൊള്ളൂ, അത് ചോദിക്കരുത്. പക്ഷെ കൂർമ്മമാണ് അടിയിൽ, അതിന്റെ മീതെയാണ് ശേഷൻ. ശേഷന്റെ മീതെയാണ് ആമ. ആമ എന്നുള്ള ഒരു സങ്കല്പം തന്നെ എല്ലാറ്റിനെയും താങ്ങാൻ. അതുകൊണ്ടാണ് ആ പുറന്തോട് തന്നെ അങ്ങനെ വരാനുള്ള കാരണം. ഭഗവാൻ ആമയായിട്ട് അവതരിച്ചപ്പോൾ കൂർമാവതാരം അത് പ്രസിദ്ധമായി. അപ്പോൾ ഏറ്റവും നല്ല അടിത്തറയായിട്ടാണ് ഭഗവാന്റെ ഈ ആമത്തോട് എന്ന് സാരം. പല പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളിലൊക്കെ ഈ ആമപ്പുറത്താണ് ചെയ്യുക. അത് ലോഹങ്ങളെ കൊണ്ടാവാം. ആ ലോഹത്തിൽ ഈ ഇപ്പോൾ ദേവി ഭവാനി വെച്ചാൽ ശ്രീചക്രമൊക്കെ വരച്ച്, സുദർശന ചക്രം ഒക്കെ വരച്ചിട്ട്, മറ്റേ വൈഷ്ണവായിട്ടും തൃശൂലം വരച്ചുകൊണ്ട് ശൈവായിട്ടും ആമ, അങ്ങനെയാണ് ആമ വരയ്ക്കുക. അതിന് കുറേ താന്ത്രിക വിധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ മീതെയാണ് പ്രതിഷ്ഠ വരിക, പീഠം വെച്ച് പ്രതിഷ്ഠ. അത്രയും പ്രാധാന്യമുണ്ട്. അങ്ങനെ പ്രേരണാശക്തി, കാറ്റിന്, അഗ്നിയിൽ ദാഹകശക്തി, ഓരോരുത്തർക്കും ഓരോരോ ശക്തിയുണ്ട്. സുപ്രതിഷ്ഠിതം ഈ ആദിശക്തി ഏതിലും ഇങ്ങനെ സ്ഥിര ജംഗമമാം ഏതു വസ്തുവിങ്കലും ഈ വിധം ബ്രഹ്മാദിസ്തംഭ പര്യന്തം വർത്തിപ്പൂ ശക്തി സർവഥാ. ശിവൻ താനും കുണ്ടലിനി വിട്ടെന്നാൽ ശവമായിടും കൊള്ളാത്തവൻ ശക്തിയറ്റോൻ എന്നു താൻ ബുധസമ്മതം. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുമൊന്നുമില്ല, നമുക്ക് അനുഭവിക്കാനും അത്ര പറ്റില്ല. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടേനി. യോഗം ശീലിക്കുന്ന, അഷ്ടാംഗ യോഗം ശീലിക്കുന്നവർക്ക് ആ കുണ്ടലിനി ശക്തിയെ ഉണർത്താനും അതിൻ്റെ അതൊക്കെ അറിയാൻ സാധിക്കും. ഒരു 3.5 ചുറ്റ് പാമ്പ് പോലെ ഇങ്ങനെ താഴെ കിടക്കണമെന്നും അത് ക്രമേണയായിട്ട് ഓരോരോ സ്റ്റെപ്പ് വഴി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്നൊക്കെ പറഞ്ഞ് ക്രമേണയായിട്ട് ആജ്ഞ ചക്രത്തിലൂടെ സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കുക. അവിടെയുള്ള ഈ അമൃതിനെ കുടിച്ച് നിവർന്നു നിന്നുകൊണ്ട്, അമൃതിനെ കുടിച്ചുകൊണ്ട് ഉണർത്തുക എന്നൊക്കെയാണ് പറയുക, പ്രാണങ്ങളെ നിർത്തിക്കൊണ്ട്. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി ഉണ്ടെങ്കിലേ നമുക്കും ജീവനുണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അത് വിട്ടാലോ, പ്രാണൻ പോയാൽ ശവമായി, ശിവൻ ശവമായി നിർത്തും. നമ്മളൊക്കെ ശിവനാണ്. ശിവോഹം 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 ശിവോഹം, നമ്മളൊക്കെ ശിവനാണ്. പക്ഷെ നമ്മൾ ശിവനാവണച്ചാൽ എന്ത് വേണം? ഈ ഈശ്വരഭാവത്തിൽ ചിന്തിക്കണം. ഈശ്വരഭാവത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ വെറും ശവം തന്നെയാണ്. ഈ പ്രാണൻ പോയി കഴിഞ്ഞാലോ ആ ജഡം പക്ക ശവമായിട്ട് ആയി തീർന്നു നടത്തും. മറ്റേ ജീവിച്ചിരിക്കുന്ന ശവമായിട്ടാണ്, മറ്റത് ജീവനില്ലാത്ത ശവമാണ്. അത്രേ വ്യത്യാസമുള്ളൂ. കൊള്ളില്ലൊന്നിനും ആ ശക്തിഹീനമാം ജഡവസ്തുവേ നടക്കാനോ ഭുജിക്കാനോ പോരാടാനോ കഴിഞ്ഞിട. എങ്ങും നിറഞ്ഞോരവൾ താൻ ബ്രഹ്മമെന്നായി നിനയ്ക്കുവിൻ വിദ്വാൻമാരേവം അവളെ കണ്ടു വാസിപ്പൂ സർവദാ. ശക്തി സാത്വികെ കൈവിട്ടാൽ വിഷ്ണുവും രക്ഷണാക്ഷമൻ സൃഷ്ടിക്കാകാ പത്മജനും ശക്തി രാജസീയെന്നിയെ താമസീ ശക്തിയാൽ മാത്രം സംഹരിക്കുന്നു രുദ്രനും. ഏവം ഓരോന്നു ചിന്തിച്ചു സത്യം കണ്ടെത്തണം ബുധൻ. ബ്രഹ്മാണ്ടമെല്ലാം ഉണ്ടാക്കി പാലിക്കുവത് ശക്തിതാൻ. ആ ശക്തിതാൻ ജഗത്തെല്ലാം സ്വേച്ഛയാൽ സംഹരിപ്പതും വിഷ്ണുവും ഹരനും പത്മയോനിയും ശക്രൻ അഗ്നിയും സൂര്യനും പാശിയും ശക്തരല്ല ഒന്നിനും സ്വയം സദാ. അവൾ ചേർന്നേ സ്വസ്വകാര്യം അവർക്കാവുള്ളു ചെയ്യുവാൻ. നേരായ ശക്തിതാൻ കാര്യകാരണങ്ങളിൽ നിൽപ്പവൾ. തദ്രൂപം സഗുണം പിന്നെ നിർഗുണം ബുധർ ചൊൽകയാം. രാഗിക്കു സേവ്യം സഗുണം വിരാഗിക്കഥ നിർഗുണം. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് ഈശയാമ നിരാകുല. വഴിപോൽ പൂജ ചെയ്തെന്നാൽ നൽകും വാഞ്ചിതമുക്കയും. അപ്പോൾ ഓരോ തരത്തിലുള്ള ശക്തികൾ ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ ഈ ശക്തി അത് ഉണ്ടെങ്കിൽ അവരൊക്കെ കേമാണ്, അതില്ലെങ്കിലോ അവരൊന്നിനും കൊള്ളാത്തവരുമാണ് എന്ന് സമർത്ഥിച്ചു. അറിയാമൂഢരവളെ എന്നും മായയിൽ മൂടിയോർ അറിഞ്ഞോർ ചിലരും കൂടി മോഹിപ്പിക്കുന്നിതന്യരെ. കലിപ്രേരണയാൽ മൂർഖന്മാരെ പോൽ കുക്ഷി പോറ്റുവാൻ പാഖണ്ഡരെ പലേ മട്ടും പ്രവർത്തിപ്പിപ്പൂ പണ്ഡിതർ. ശ്രീ മഹാദേവി നമ. നാനാഭേദോത്ഥിതം വേദബാഹ്യമാം ധർമ്മമൊക്കെയും കലികാലമിതിൽ കാണിൽ അന്യയുഗങ്ങളിൽ. അനേകകാലമായി ഉഗ്രതപസാ ഹരി ചെയ്വതും ബ്രഹ്മാദ്യരാം 3 പേരും സദാ ധ്യാനിച്ചു വാഴ്വതും. അഭീഷ്ടമേതോ നേടാനായി ആ ത്രിമൂർത്തികളും സദാ യജ്ഞങ്ങൾ ചെയ്യുവതും. ദേവി തൻ കൃപയൊന്നിനാൽ
ബ്രഹ്മവും പരമാത്മാവും പരാത്പരയുമാണവൾ എന്നോർത്തു താൻ ഉപാസിക്കയാണ് ശക്തിയെ മൂവരും. സന്ദേഹബുദ്ധി കൈവിട്ട വിദ്വാൻമാർ അതിനാൽ സദാ സേവിപ്പൂ ശക്തിയെ തന്നെ ശാസ്ത്രത്തിൽ തീർപ്പും അവിധം. വ്യാസൻ ചൊന്നിതു കേട്ടേൻ ഞാൻ വ്യാസൻ നാരദനോദിയും. ബ്രഹ്മാവോതി കേട്ടിതവൻ ബ്രഹ്മാവോ വിഷ്ണുവോദിയും. ഗൗനിക്കരുത് മറ്റാരും ഉരച്ചത് അറിവുള്ളവർ. സേവിപ്പൂ ശക്തിയെ തന്നെ വിദ്വാൻമാർ. ശങ്കയെന്നിയെ പ്രത്യക്ഷമല്ലയോ ശക്തിയറ്റോൻ തൻ നിലയാർക്കുമേ. വസ്തു ഏതിലുമുള്ളോ ഒന്ന ശക്തി താനെന്നു കാണുവിൻ. ആരാധനാ നിർണയം എന്ന 8-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇപ്പോൾ നമ്മൾ ശക്തി വിട്ടു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ മഹാദേവിയുടെ സാന്നിധ്യം, പ്രകൃതി ഈശ്വരി ഇല്ലെങ്കിൽ നമ്മൾ ശവമായി മാറിയെന്ന് നേരത്തെ പറഞ്ഞു. ശക്തിഹീനൻ എന്ന് പറയും. മറ്റേ ബ്രഹ്മാവ് ഹീനൻ, അല്ലെങ്കിൽ വിഷ്ണുഹീനൻ, ശിവഹീനൻ, അങ്ങനെയൊന്നും ആരും പറയാറില്ല. എന്താ കാരണം? വിഷ്ണു പാലക പുറമെയാണ്, ശിവൻ സംഹരിക്കാൻ പുറമെയാണ്, ബ്രഹ്മാവ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മാറി നിന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ളത് ശക്തിയാണ്. അപ്പോൾ ശക്തി വിട്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ ഒന്നുമില്ലാണ്ടേ. അപ്പോൾ ആ അർത്ഥത്തിൽ വേണം അതിനെ എടുക്കാനായിട്ട്. സൃഷ്ടിക്കുന്നവരെ ബ്രഹ്മാവിനുള്ളൂ. പാലനം ചെയ്യുന്നത് പുറമേ നിന്നാണ് വിഷ്ണു. സംഹരിക്കുന്നയാളും പുറമേയല്ലേ. പക്ഷേ ശക്തി അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശക്തിയെ എല്ലാവരും എന്ത് ചെയ്യണം? എങ്ങനെയൊക്കെയാണോ ഉപാസിക്കേണ്ടത് വെച്ചാൽ അങ്ങനെയൊക്കെ ഉപാസിക്കണം. ആഹാരം ശുദ്ധമാക്കിക്കൊണ്ട് ശരീരത്തെ സംരക്ഷിക്കുക. ആഹാരശുദ്ധി കൊണ്ട് മനസ്സും ശുദ്ധമാവും. ആഹാരശുദ്ധി, സംഘശുദ്ധി, അത് വളരെ പ്രധാന. സ്വീകരണ ശുദ്ധികൾ എന്തെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു. ഈ ശ്വാസം സ്വീകരിക്കുന്നതാണ്. വെള്ളം കുടിക്കാൻ വെള്ളം സ്വീകരിക്കുന്നതാ. നമ്മൾ പറയുന്ന വാക്ക് മറ്റൊരാളെ കേട്ടുകൊണ്ട് അവർ ഈ വാക്കിനെ പറ്റി പറയുന്നത്, ആ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നതാ. അങ്ങനെ ഓരോന്നും ഇപ്പം നമ്മൾ ഇപ്പം ഈ പറയണത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് അതിൻ്റെ സാത്വിക ഭാവത്തോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനായി, കേട്ട നിങ്ങളും കൃതാർത്ഥരായി. അങ്ങനെ ഓരോന്നിനും സ്വീകരണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സാത്വിക ഭാവത്തിൽ എത്തണം. അതിനൊക്കെ ഈ ശക്തി തന്നെ വേണം. ആ ശക്തി വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാലോ എല്ലാം പുണ്യമാണ്, അതല്ലെങ്കിലോ ഒക്കെ നഷ്ടവുമാണ്. ഇങ്ങനെ 8-ാമത്തെ അധ്യായം ആരാധനാ നിർണയം എന്ന പേരിലാണ് പറഞ്ഞു വെച്ചത്. ഇനി 9-ാമത്തെ അധ്യായം മധുകൈടഭ വധം വിഷ്ണുവാൽ ചെയ്യുന്നതിനെ ആണ് പറയണത്. 87 ശ്ലോകങ്ങളുള്ള വലിയ അധ്യായമാണ്. അവിടെ ഗംഭീരമായിട്ടൊരു സ്തുതിയും നമുക്ക് കാണാം. സൂതൻ: ഓം വിഷ്ണുവിൻ കണ്ണ്, വായ്, മൂക്ക്, കൈകൾ, മാറ് ഇവയും ക്രമാൽ ശരീരമാകെയും നിദ്രാദേവി കൈവിട്ട മാത്രയിൽ കാണായി വാനിങ്കല ശ്രേഷ്ഠ ശക്തി താമസി നിൽപ്പതായി കോട്ടുവായിട്ടെഴുന്നേറ്റാന ജഗൽപതിയും തഥാ പേടിച്ചു തൻ മുമ്പിൽ നിൽക്കും വിധിയെ കണ്ടു തൽക്ഷണം ഇടിവെട്ടും വിധം ചൊന്നാനേവം തേജസ്വിയാം ഹരി. വിഷ്ണു: തപസ്സും വിട്ടു ഭഗവാൻ പോന്നതെന്തിങ്ങു പത്മജ, എന്തോ പേടിച്ച പോലുള്ളി വല്ലായ്മയ്ക്കെന്തു കാരണം? ബ്രഹ്മാവ്: നിൻ കർണമലജന്മാരാം ദൈത്യന്മാർ മധുകൈടഭർ അണഞ്ഞിതെന്നെ കൊല്ലാനായു കെഴും ഘോരരൂപികൾ. ശ്രീ മഹാദേവി നമ. ആ പേടിയാൽ വന്നിതങ്ങേ സമീപം ഞാൻ ജഗൽപദേ, ഭയം നനങ്ങാൻ വയ്യാത്തോരെന്നെ രക്ഷിക്കണം വിഭോ. വിഷ്ണു: പേടിക്കാതിങ്ങു നിന്നാലും കൊൽവൻ ഞാൻ അവരെ ക്ഷണാൽ പോരിനണഞ്ഞിതീ മൂഢരായുസറ്റവരാകയാൽ. ഇപ്പം ബ്രഹ്മാവ് പേടിച്ചിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു രക്ഷിക്കണേന്ന്. അത് ഞാൻ കുഴപ്പമില്ല, ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ പറ്റിയില്ല. 5000 കൊല്ലം തപസ് ചെയ്തു, 5000 കൊല്ലം യുദ്ധം ചെയ്തു. എന്നിട്ട് ക്ഷീണം വിഷ്ണുവിനാ, അസുരന്മാർക്കല്ല. അവർ മാറിയിട്ടാണ് ചെയ്യണത്, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അപ്പോഴാണ് ചിന്തിച്ചത്, അപ്പോഴാണ് സ്വച്ഛന്ത മൃത്യു അമ്മ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അപ്പം അമ്മയെ ശരണം പ്രാപിക്കുകയാണ്. വിഷ്ണുവിൻ്റെ സ്തുതിയാണ്. സൂതൻ: ഏവം ദേവേശൻ അരുൾ ചെയ്ത് എപ്പോഴും മഹാൻ ഹരേ. ഏവം ദേവേശൻ അരുൾ ചെയ്തപ്പോഴേക്കും മഹാബലർ അജനെയും തേടി വന്നാർ. മതഗർഭിതരാമവർ ഒരു കൂസലുമില്ലാതാ നേരിൽ ആധാരമെന്നിയേ മതാന്ധരായി നിന്നു ചൊന്നാൻ വിധിയോടവരിങ്ങനെ. ഇവന്റെ സന്നിധിയിലേക്ക് ഓടിയെത്തിയതെന്തിനായി? ഇവൻ കാൺകെ തന്നെ നിന്നെ പോൾ ചെയ്തു നിഹനിച്ചിടാം.
പിന്നെ ഈ സർപ്പഭോഗസ്ഥനെയും കൊല്ലുന്നതുണ്ടിവൻ, തയ്യാറാവുക പോരിനായി, അല്ലെങ്കിൽ കീഴടങ്ങുക. സൂതൻ അതു കേട്ടോതി അവരോട്, ജനാർദ്ദനാം ഹരി, ദൈത്യ പ്രവീരരെ, നിങ്ങൾ ചെയ്യുക എന്നോട് സങ്കരം. നിങ്ങൾ തൻ പോർമതം പോരു ചെയ്തു തീർക്കുവതുണ്ടു ഞാൻ. ബലിഷ്ഠരെ വേണമെങ്കിൽ പോരിലൊന്നേറ്റു നോക്കുവിൻ. സൂതൻ വാക്കേവം കേട്ടിരുവരും ക്രോധവ്യാകുല നേത്രരായി. ഹരേ, വെള്ളത്തിൽ ആധാരമെന്നേ നിന്നു പോരിനൊരുങ്ങിനാർ. തഥാ കുപിതനായി വിഷ്ണുവോട് പോർ ചൊല്ലുവാൻ. ഹരേ, തഥാ കുപിതനായി വിഷ്ണുവോട് പോർ ചെയ്യുവാൻ മധു പാഞ്ഞടുത്താൻ. തത്ര നിന്നു കൈടഭൻ കാണിയായുമേ. മത്തരാം രണ്ടു മല്ലന്മാർ പോലെ പോരാടിനാരവർ. മധു ഒട്ടു തളർന്നപ്പോൾ പോരിലേറ്റിതു കൈടഭർ. മധു പിന്നെ കൈടഭനുമേവം ശ്രീ വിഷ്ണുവോടവർ മാറി മാറി ചെയ്തു ബാഹുയുദ്ധം പോർക്കലി വീർക്കയാൽ. ഹരേ, നോക്കി നിന്നാർ വാനിൽ നിന്ന ദേവിയും വിധിയും. രണം വാട്ടം കണ്ടില്ല ദൈത്യർക്ക് വിഷ്ണുവാട്ടെ തളർന്നുപോയി. 5000 വർഷമേവം യുദ്ധത്തിൽ തീർന്ന വേളയിൽ ദൈത്യർ ചാവാത്തതെന്തെന്നായി ഹരി ചിന്ത തുടങ്ങിനാർ. വർഷം 5000ത്തോളം ചെയ്തു ഞാൻ യുദ്ധമെങ്കിലും തളർന്നതല്ലി ഘോരന്മാർ. തളർന്നേൻ ഞാനിതത്ഭുതം വാട്ടമിൽ ഒട്ടുമിക്കൂട്ടർക്കെങ്ങ്. എൻ വീര്യാദിയൊക്കെയും എന്തിതിൻ കാരണം മുറ്റും ചിന്താർഹമിതു നിർണയം. ശ്രീ മഹാദേവ്യൈ നമഃ. ഏവം ചിന്താഗ്രസ്തനായ ഹരിയെ കണ്ടു തുഷ്ടരായി മേഘഗംഭീരനാദത്തിൽ ചൊന്നൊരാ മതവിഹ്വലർ, തളർച്ച മൂലം പോർ ചെയ്യാൻ ശക്തിയില്ലെങ്കിലോ ഹരേ, കഥിക്കാ നൂനം ദാസോസ്മി എന്ന് അഞ്ജലി ഉയർത്തി നീ. അല്ലെങ്കിൽ പോർ തുടർന്നാലും സമർത്ഥൻ നീ മഹാമതേ. നിന്നെയും നിഹനിച്ചാശു കൊൽവൻ നാൻമുഖനെയുമേ. മധുകേടവർ വന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു ക്ഷീണിച്ചു എന്ന് മനസ്സിലായപ്പോൾ അസുരന്മാർ പറയാണ്, അവർ കാര്യം ചെയ്തോളൂ, കയ്യ് ഏറ്റവും മുകളിലേക്ക്, കൈ ഇങ്ങനെ അഞ്ജലിബദ്ധമായിട്ട് കൈ കൂട്ടിയിട്ട് തൊഴുതുകൊണ്ട്, കൈ ഉയർത്തിയിട്ട്, ഏറ്റവും മുകളിലേക്ക് കൈ ഉയർത്തിയിട്ട് തൊഴുതുകൊണ്ട് ഞങ്ങളോട് പ്രാർത്ഥിച്ചോളൂ, എന്താ വരം വേണ്ടച്ചാൽ ഞങ്ങൾ തരാം എന്ന് പറയുകയാണ് അസുരന്മാർ. അപ്പോഴാണ് പറഞ്ഞത്, എന്ത് 2-3 തവണ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട്. ഏതായാലും ആ സമയത്ത് പറയുന്നത് എന്താണ്, നിങ്ങൾ എന്നാൽ വധ്യരാവണം എന്ന്. ഇവിടെ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് വരം തരാമെന്ന്, അല്ല ഞങ്ങൾ മറ്റേ വിഷ്ണുവിന് വരം തരാം എന്ന് ഇങ്ങടായി. അപ്പോഴാണ് പറഞ്ഞത് എന്ത്, എന്നാൽ നിങ്ങൾ വധ്യരാവണം എന്ന്. അതാണ് സൂത്രം. സൂതൻ അലയാഴിയിൽ വെച്ചേവം അവർ ചൊന്നതു കേൾക്കവേ മഹാമനസ്കനാം വിഷ്ണു ചൊന്നാൻ സാമോക്തി ഇങ്ങനെ. ഹരി, പേടിച്ചോൻ വീണവൻ ശസ്ത്രം വെച്ചോൻ ബാലൻ തളർന്നവൻ പാടില്ല പോര് ഇവരോട് എന്നതു ധർമ്മം സനാതനം. ഇപ്പോൾ എന്താ കാര്യം, കുറച്ച് നേരം ചിന്തിക്കാനുള്ള സമയം വേണം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ആയുധം വെച്ചവരൊക്കെ മറ്റേ കീഴടങ്ങിയവരെ, പലായനം ചെയ്യുന്നവരെ, ഉറങ്ങുന്നവരെ, ഇവരോടൊന്നും യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കും നിങ്ങൾ രണ്ടുപേരും മാറി മാറിയിട്ടാണ് ചെയ്യുന്നത്, അപ്പം അതും തെറ്റാ. ഒറ്റയ്ക്ക് 5000 വർഷമല്ലി ഞാൻ ചെയ്തു. ഹരേ, ഒറ്റയ്ക്ക് 5000 വർഷമല്ലി ഞാൻ പോരു ചെയ്തതും. നിങ്ങളോ രണ്ടുപേർ തുല്യ ബലശാലികൾ സോദരർ, മാറി മാറി ചെയ്തു നിങ്ങൾ പോരിനിടയിൽ വിശ്രമം. ഞാനും അവണ്ണമൊട്ടിങ്ങു വിശ്രമിച്ചടരാടുവൻ. മതം ചേർക്കും ബലിഷ്ഠന്മാർ നിങ്ങൾ നിൽക്കിൻ അതേവരെ. തളർച്ച തീർത്ത് ചെയ്വൻ പോർ ധർമ്മമാർഗ അനുസാരമായി. സൂതൻ ആ വാക്കുകേട്ട് വിശ്വാസപൂർവം ആ ദാനവോത്തമർ പോരിനുറച്ചുതാൻ തത്ര മാറി നിന്നിതു ദൂരെയായി. ഹരേ, സുദൂരം വാങ്ങി നിന്നുള്ളോരവരെ കണ്ടുടൻ ഹരി ചിന്തിച്ചു തൻ ഉൾക്കുരുന്നിൽ അവർ തൻ മൃത്യു കാരണം. ചിന്തിക്കവേ ജ്ഞാനമുണ്ടായി സ്വേച്ഛാ മൃത്യുക്കളാണിവർ. ദേവീ വരത്താൽ അതിനാൽ തളർന്നില്ലേതുമിങ്ങിവർ. വെറുതെ ചെയ്തു ഞാൻ യുദ്ധം വ്യർത്ഥം താനൻ പരിശ്രമം. സത്യമേവമറിഞ്ഞിട്ടും യുദ്ധം എങ്ങനെ ചെയ്യൂ ഞാൻ. പോർ തുടർന്നില്ല എന്നാലോ വരതർപ്പിതരാമിവർ. നിത്യദ്രോഹികൾ ചാവാനും ഇടയാവുന്നതെങ്ങനെ. ദേവിതാൻ ഇവർക്കേകി തുലോം ദുർഘടമാം വരം. ഇച്ഛിക്കുമോ സ്വയം മൃത്യു ആരാനും ദുഃഖിയെങ്കിലും. രോഗിയാട്ടെ ദീനനാട്ടെ ചാവാൻ ഇഷ്ടപ്പെടില്ലൊരാൾ. മതാന്ധരി ദൈത്യരുണ്ടോ കാമിപ്പൂ പിന്നെ മൃത്യുവേ പ്രാപിപ്പൻ ശരണം. കാമമേകുമ ശക്തി തന്നെ ഞാൻ, അവൾ തൻ കനിവില്ലാതെ സിദ്ധിക്കില്ലൊരു കാമവും. ഏവം ചിന്തിച്ചുടൻ വാനിൽ നിൽക്കുമാ യോഗമായി കൺപാർത്താൻ വിഷ്ണു അഴകേറുന്നൊര ജഗദംബയെ. കൂപ്പുകൈയോടുമാ ലോകനാഥയാം വരദാത്രിയെ വാഴ്ത്തിനാൻ. ദൈത്യനാശാർത്ഥം ആ യോഗേശ്വരനാം ഹരി. മഹാവിഷ്ണു അമ്മയെ നല്ലോണം ഒന്ന് സ്മരിച്ചു, അമ്മയുടെ ലീലകളെ, അമ്മയുടെ ശക്തിയെ, അമ്മയുടെ നമ്മിലുള്ള പ്രഭാവത്തെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ പ്രത്യക്ഷമായി. അപ്പം അമ്മയെ നല്ലോണം സ്തുതിക്കുകയാണ്. വിഷ്ണുരുവാച ഓം
നമിക്കുന്നേൻ മഹാമായേ സൃഷ്ടി സംഹാരകാരിണി ആദ്യന്തഹീനയാം ദേവി ചണ്ഡികേ ഭക്തിമുക്തിദേ. അറിയുന്നില്ല നിൻ രൂപം സഗുണം നിർഗുണം തഥാ, അറിയുന്നില്ല ഞാൻ എണ്ണമറ്റ നിൻ ചരിതങ്ങളും. അറിഞ്ഞേനിന്നു ഞാൻ നേരിൽ നിൻ സുദുർഘട വൈഭവം, നിദ്രാവിലീനനായി ബോധമറ്റല്ലി ഞാൻ കിടന്നതും. കിണഞ്ഞൊട്ടേറെ യത്നങ്ങൾ ചെയ്തു നാൻമുഖനെങ്കിലും, ഉണർന്നേയില്ല ഞാൻ ഇന്ദ്രിയങ്ങൾ കൂമ്പുക കാരണം. നിശ്ചേഷ്ടനായി പോയി ദിവൻ നിൻ പ്രഭാവത്തിനാൽ ശിവേ, നീ വിട്ടപ്പോൾ ഞാൻ ഉണർന്നു ചെയ്തേനീ നീണ്ട സങ്കരം. അപ്പോൾ എപ്പോഴാണോ നമ്മിൽ നിദ്രാഭാവത്തിൽ അമ്മ കുടികൊള്ളുന്നത്, അപ്പോൾ നാം എല്ലാം മറന്നു പോകുന്നു. എപ്പോഴാണോ ജാഗ്രത്തിൽ അമ്മ നമ്മെ ഒപ്പം കൂടിയിട്ടുള്ളത് ശക്തിയായിട്ട്, അപ്പോൾ നാം എല്ലാം അറിയുന്നു. എപ്പോഴാണോ അമ്മ ഊർജ്ജസ്വലയായിട്ട് നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നു. ഈ കാര്യത്തെയാണ് അവിടെ വിഷ്ണു സൂചിപ്പിച്ചത്. ക്ഷീണിച്ചു ഞാൻ നിൻ വരത്താൽ തരിമ്പും ഭ്രാന്തരല്ലിവർ, ഹരേ തരിമ്പും ശ്രാന്തരല്ലിവർ. ബ്രഹ്മാവിനെ കൊല്ലുവാനായി വന്നണഞ്ഞ മതോദ്ധതർ, പോരിന്നാഹ്വാനവും ചെയ്തു ഞാൻ അക്കൂട്ടരെ മാനതേ. ചെയ്തേൻ അവരുമായി ഘോരതരം പോരലയാഴിയിൽ, പിന്നെ മാത്രം ഗ്രഹിച്ചേൻ നിൻ വിചിത്ര വരദാനവും. തഥാ ശരണ്യേ ശരണം പ്രാപിച്ചേൻ, പിന്നെ പ്രാപിച്ചേൻ നിന്നെ വിദ്രുതം. അമ്മയെ തുണച്ചാലും എന്നെ തളർന്നേൻ അടർ കൊണ്ടു ഞാൻ, അവരോ വരതൃപ്തന്മാരത്രേ ഭക്താർത്തി ഭഞ്ജികേ. പാപിഷ്ടരെ കൊല്ലാനായി നിൽപ്പൂ ഞാൻ, ചെയ്വതെന്തിനീ പോവേണ്ടതെങ്ങ് എന്നുരച്ചു യാചിച്ചു ഭക്തിയോട് ഹരിയും, ഭക്തിയാൽ ഹരിയും. എന്താ യാചിച്ചത്? നമിക്കുന്നേൻ മഹാമായേ സൃഷ്ടി സംഹാരകാരിണി ആദ്യന്തഹീനയാം ദേവി ചണ്ഡികേ ഭുക്തിമുക്തിദേ. എന്താ വേണ്ടത്? എന്നെ രക്ഷിക്കൂ. എവിടുന്ന്? ഈ അസുരന്മാര് ഇങ്ങനെ ഒരു വരം പ്രാപിച്ചത് എന്താണ്? അത് മനസ്സിലായില്ല. എന്നെ ക്ഷീണിപ്പിക്കാൻ തക്കവണ്ണമുള്ള ശക്തി അവർക്ക് എങ്ങനെ ഉണ്ടായി? അതൊന്ന് പറഞ്ഞു തരൂ. എന്നെ കൊണ്ട് ഇവരെ പതിപ്പിക്കുകയാണല്ലോ അമ്മയുടെ ഉദ്ദേശം. അതിനെനിക്ക് തരാവണില്ല. അതിൻ്റെ തടസ്സം എന്താണ്? അതൊന്ന് നീക്കി തന്നാലും. ഇതാണ് പ്രാർത്ഥന. പാപിഷ്ടരെന്നെ കൊല്ലാനായി നിൽപ്പൂ ഞാൻ, ചെയ്വതെന്തിനീ പോവേണ്ടതെങ്ങ് എന്നുരച്ചു കുമ്പിടും ഹരിയോരുടൻ പുഞ്ചിരിച്ചും കൊണ്ട് ചൊന്നാളം മഹാദേവി ഇങ്ങനെ. എന്താ അമ്മ പറഞ്ഞ്? ദേവദേവാ ഹരേ വിഷ്ണു, വീണ്ടും പോൽ ചെയ്യുക നീ സ്വയം. ചിന്തിച്ചിവരെ മോഹിപ്പിച്ചാലേ പറ്റുള്ളൂ കൊല്ലുവാൻ. മോഹിപ്പിക്കാം ഇവരെ ഞാൻ എൻ കടക്കണ്ണിനാൽ ധ്രുവം, എൻ മായയാൽ മോഹമാർന്നോരവരെ കൊൽക പിന്നെ നീ. ഇപ്പം ഇവിടെ ഈ രംഗത്തിൽ അമ്മ പറഞ്ഞത്, ഞാൻ അവരെ മോഹിപ്പിച്ചോളാം, നിനക്ക് അവരെ കൊല്ലാൻ സാധിക്കും. നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കാം. നമ്മുടെ ഓരോ പ്രവൃത്തികളിലും മറ്റ് എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവും. ഒരു പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണിക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലുള്ള മറ്റേതെങ്കിലും സുഖത്തിൽ ഇതിനു മുന്നേ നമ്മുടെ മനസ്സെത്തിയിട്ടുണ്ടെങ്കിൽ, ശരീരം എത്തിയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിലേക്ക് എത്തും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ പണിക്ക് ചെറിയൊരു വിഘ്നം വരും. അത് ചിലപ്പോൾ ആ വിഘ്നം അറിയാതെ കണ്ടുപോകും, ചിലപ്പോൾ ആ വിഘ്നം നന്നായിട്ട് അറിയുകയും ചെയ്യും. വളരെ ആപത്ത് എന്നുള്ള രീതിയിൽ തന്നെ ചിലപ്പോൾ സംഭവിക്കും. ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റില്ല വണ്ടികൾക്ക് എന്ന കൂട്ടത്തിൽ. അപ്പോൾ അത് നല്ലോണം അറിഞ്ഞു. അത് ചിലത് അറിയാതെ കണ്ട് പോകും. നമ്മളിപ്പോൾ പായസം വയ്ക്കുകയാണ്, പായസം വയ്ക്കുമ്പോൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചു വെച്ചാൽ ചിന്തിച്ചു അത്രയേ ഉള്ളൂ. അത് അടി പിടിക്കുകയോ അല്ലെങ്കിൽ കരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല, ചില ആ പായസത്തിന് പ്രത്യേകിച്ച് കേടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിന്ത കൂടുതൽ പോയി എന്ന് കൂട്ടുക. അപ്പോൾ എന്താ ഉണ്ടാവുക? അടി പിടിക്കും. ഇളക്കാൻ മറന്നു വെച്ചാലേ. എന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും എന്ത് ചെയ്യണം? ജാഗ്രതയിൽ വെക്കണം. അതിനാണ് ഉപാസന. ഈ ജാഗ്രതയിൽ വെക്കാൻ വേണ്ടിയിട്ട് അഷ്ടാംഗ യോഗങ്ങളെ യമാദികളെ ഒക്കെ നമ്മൾ പാലിക്കണം. പാലിച്ചാലേ ജാഗ്രതയിൽ വെക്കാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മറക്കും. മറവിയോ വലിയ ആപത്തിന് കാരണമാവും. അപ്പോൾ ഇവിടെ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് വിഷ്ണു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദിച്ചതിനുള്ള ഉപായം, ഇവിടെ ഇപ്പോൾ യുദ്ധമായതുകൊണ്ട് യുദ്ധത്തിന് എതിരാളികളായിട്ടുള്ള അവരെ ഞാൻ മോഹിപ്പിച്ചോളാം. ഇപ്പോൾ വിഷ്ണുവിന് മോഹിപ്പിക്കാൻ സാധിക്കും, പക്ഷെ അത് പോരാ, അതിനേക്കാൾ കൂടുതലുണ്ട് ശക്തി. അതുകൊണ്ട് മഹാമായ തന്നെ മോഹിപ്പിക്കുകയാണ്. എന്താണ്? കാമം. ഏത് കാമം? ശരീരഭ്രമം. ആണ് പെണ്ണ്. പെണ്ണിനോടുള്ള കാമം
അങ്ങോട്ട് മോഹിപ്പിച്ചു. അപ്പോൾ ഈ അസുരന്മാർ അതിന് വഴിപ്പെട്ടു. അപ്പോൾ ഇവിടെ ഈ വിഷ്ണുവിനെ തോൽപ്പിക്കൽ വിഷയമില്ലാണ്ടേ, അതാണ്. ശ്രീ മഹാദേവി നമ. ഹർഷമേകും വിധം ദേവി വാക്യമേവം ശ്രവിച്ചുടൻ ആ കടലിൽ ആ പോർക്കളത്തിൽ പോയി നിന്നു വിഷ്ണുവെ കണ്ടു സന്തോഷപൂർവം. ആ യുദ്ധകാമികൾ മഹാബലം പൂണ്ടു ഘോരരണഞ്ഞാർ പോർ തുടങ്ങുവാൻ. നിൽക്ക മഹാമോഹം പൂണ്ടണഞ്ഞ ചതുർഭുജാം. ജയവും തോൽമയും ദൈവാധീനം എന്നോർത്ത് ചെയ്യുക പോർ. യുദ്ധം ചെയ്യൽ ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ മരിക്കും. അത് അറിഞ്ഞുകൊണ്ട് വേണം യുദ്ധം ചെയ്യാനായിട്ട്. അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഇവരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ. രാജാവാണെച്ചാൽ മകന് രാജ്യം കൊടുത്തതിന് ശേഷമാണ് പൂരം. അങ്ങനെയാണ്. ശ്രീ മഹാദേവി നമ. ബലവാൻ ജയമാളുന്നു ഭാഗ്യത്താൽ ബലഹീനനം. ഇപ്പോൾ രണ്ട് കൂട്ടർക്ക് ജയം കിട്ടും. ഒന്ന് ഭാഗ്യം കൊണ്ട്, ബലഹീനത ഉണ്ടെങ്കിലും ഭാഗ്യം കൊണ്ട് ജയം കിട്ടും. ഇനിയിപ്പോൾ അസുരന്മാരുടെ കണക്കിൽ ഭാഗ്യം കൊണ്ട് ആണ് വിഷ്ണു ജയിക്കുന്നത് എന്ന് സാരം. ഹർഷമോ ശോകമോ വിദ്വാൻ ഉണ്ടാവില്ലിതു രണ്ടിലും. ദൈത്യ അറിയാം നീ തോൽപ്പിച്ചത് എത്രയോ ദൈത്യരെ പുര. ഇന്നിതാ ഞങ്ങളോടേറ്റു തോൽക്കുകയും ചെയ്തത് എന്തിതിൽ. കുറേ അസുരന്മാരെ വധിക്കുക, തോൽപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ യശസ് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കും, അത് ഉറപ്പാണ്, അല്ലെങ്കിൽ നിന്നെ വധിക്കും. അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കാനുള്ളത്? ഇടയ്ക്ക് ജയിക്കും, ഇടയ്ക്ക് തോൽക്കും. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പതിവ് എന്നാ നിസ്സാരമായിട്ടേ. സൂതൻ, അസുരന്മാർ പറയുന്ന വാക്കാണ് കേട്ടോ വിഷ്ണുവിനോടെ. സൂതൻ എന്ന് യുദ്ധത്തിനിറങ്ങി മഹാബാഹുക്കളാം അവർ ഇടിച്ചാൻ അത്ഭുതകരം മുഷ്ടിയാൽ ഹരി ദൈത്യരെ. പൂക്കാൽ മതിക്കും അവരും ഇടിച്ചാരാശു വിഷ്ണുവെ. പരസ്പരം യുദ്ധമേവം നടന്നിത് അതിദാരുണം. തളർച്ച കൂടാതെ ഈ വണ്ണം പോർ ചെയ്യും ദൈത്യവീരരെ കണ്ടാർത്തമാം മിഴിയൊടും പാർത്താൻ ദേവിയെ വിഷ്ണുവും. ദീനനായി വിഷ്ണുവെ കണ്ടു കൺതുടുത്തേഴും അംബിക. അസുരന്മാരെ വീക്ഷിച്ചു ചിരിച്ചാളൊന്ന് അതിസ്ഫുടം. പ്രേമവും പൊട്ടിവിടരും സ്മിതവും പൂണ്ടു നിർഭരം പൂവമ്പാൽ പോൽ കടക്കണ്ണാൽ അടിച്ചാൽ ദേവി ദൈത്യരെ. ദേവി വദനമീക്ഷിച്ചു മോഹത്തിൽപ്പെട്ടു പാപികൾ. മാരമാലാൽ അവശരായി നന്നിയും നോക്കിയും കൊണ്ടങ്ങു നിന്നാർ. കാന്തിമുറ്റിന ദേവിയെ ഹരിയും കണ്ടിത് അന്നേരം ദേവി തൻ അഭിവാഞ്ചിതം. മോഹിതന്മാരായി കഴിഞ്ഞത് അവരെന്നഥ കണ്ടുടൻ ഇടിവെട്ടും വണ്ണമോദി കാര്യജ്ഞൻ ഹരി സസ്മിതം. വീരന്മാരെ വരിച്ചാലും ഇഷ്ടപ്പെട്ടുള്ളതാം വരം നിങ്ങൾ ചെയ്തുള്ളോരി പോര് കണ്ടു സന്തുഷ്ടനായി ഞാൻ. കണ്ടേൻ ദൈത്യരെ ഒട്ടേറെ പണ്ടെന്നോട് അടർ ചെയ്യവേ. കണ്ടില്ല നിങ്ങൾക്ക് തുല്യന്മാരെയും കേട്ടുമില്ല ഞാൻ. ഭ്രാതാക്കളായ നിങ്ങൾക്ക് ഉള്ള അനോപമ ബലത്തിനാൽ തുഷ്ടനായൻ വരം നൽകാമെന്നൊരാ വിഷ്ണുഭാഷിതം കേട്ട് മാനം കൂടും ആ ദൈത്യേന്ദ്രന്മാർ. കാമമോഹിതർ ജഗത്തിനൊക്കെ ആനന്ദം നൽകുമ ജഗദംബയെ നോക്കിക്കൊണ്ടോതിനാർ സുന്ദരന്മാർ വിഷ്ണുവോടിങ്ങനെ. മഹാമായ മോഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധവീര്യത്തിലൊക്കെ ലേശം വ്യത്യാസം വന്നു. ഇനിയിപ്പോൾ ആ സ്ത്രീയെ കല്യാണം കഴിക്കണം, കാളിയായിട്ടാണ്. അപ്പോൾ ഇവരും കറുത്തവരാ, അത് കാളി അതിസുന്ദരിയാണ്. അപ്പം അവരെ കല്യാണം കഴിക്കാം. ഒന്നുകിൽ എന്നെ അല്ലാച്ചാൽ കൈടപ്പനെ, അത്രയേ ഉള്ളൂ. മധുകൈടപ്പൻ്റെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി വിവാഹം കഴിക്കാച്ചാലും വിരോധമൊന്നുമില്ല. അങ്ങനെ ഒരു മട്ടാണ് അവരുടെ കാര്യം. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ വിഷ്ണു. അപ്പോൾ ആ വിഷ്ണു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സൂത്രത്തിൽ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വരം വേണ്ട എന്നായി. ഇങ്ങോട്ട് ചോദിച്ചല്ലോ നേരത്തെ, എന്താ നിനക്ക് വരം വേണ്ട എന്ന് ചോദിച്ചില്ല. എന്ന് കൊടുത്തിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് അനവധി ആൾക്കാർ ഞാൻ കൊന്നുണ്ടൊക്കെ ശരിയാ, പക്ഷേ നിങ്ങൾ മഹാകേവന്മാരാണ്, എനിക്ക് സന്തോഷമായി. വിഷ്ണുവിന് അങ്ങനെ ആ ഒരു ചോദിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വരം വേണ്ട? ഇങ്ങനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച വേറെ ആരുമില്ല. ഇതിങ്ങനെ കേട്ടപ്പോഴേ രക്ഷപ്പെട്ടു എന്ന് അവർ വിചാരിച്ചത്. എന്നാൽ വരം കൊടുത്ത് ഒഴിവാക്കിയാൽ വിഷ്ണു പോയിക്കൊള്ളുമല്ലോ. പിന്നെ ഈ അമ്മയല്ല അവിടെ പത്നിയാക്കാനുള്ള ഉദ്ദേശം, അതിന് ശ്രമിക്കാലോ എന്നാണ്. എന്തേകാനാണു നീ എന്തിങ്ങേകാൻ ഇച്ഛിപ്പതും ഹരേ. ഇരക്കുവോരല്ല ദാനം ചെയ്യുവോരാണ് ഇവരോർക്ക നീ. അതെ, ഞങ്ങൾ യാചിക്കണവരല്ല, അങ്ങോട്ട് കൊടുക്കണവരാ. എന്താ വേണ്ടെച്ചാൽ പറഞ്ഞോളൂ, ഇന്ന് അങ്ങോട്ട് തരാം. അർത്ഥിച്ചാലും ഹൃഷീകേശ നിന്നഭീപ്സിതമാം വരം. നിന്നത്ഭുതരണം കണ്ടു തുഷ്ടരായി ഞങ്ങളും ഹരേ. അവർ തൻ വചനം കേട്ടു ചൊന്നാനേവം ജനാർദ്ദനൻ, എനിക്ക് വധ്യരാകാവൂ രണ്ടാളും തുഷ്ടരെങ്കിലോ. എന്നാൽ വധം, ഞാൻ നിങ്ങളെ എനിക്ക് ഇപ്പോൾ വധിക്കാൻ തരാവണം. അതിനുള്ള വരമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കൈകൊണ്ട് നിങ്ങൾ മരിക്കണം, ഇതാണ് വരം. ഇത് കേട്ടതോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലായി ഇത് ബുദ്ധിശൂന്യതയായി പോയല്ലോ എന്ന്. ബുദ്ധിമാനാണ് മഹാവിഷ്ണു.
അപ്പോൾ അവർ 4 പുറം നോക്കിയപ്പോൾ മുഴുവൻ വെള്ള. എന്നാൽ വെള്ളത്തിൽ വെച്ച് കൊല്ലരുത് എന്നായി. വധിച്ചോളൂ, വിരോധമില്ല, വെള്ളത്തിൽ വെച്ച് കൊല്ലരുതെന്നായി. എന്നിട്ട് ശരീരം അങ്ങോട്ട് വലുതാക്കുകയും ചെയ്തു. അപ്പോൾ വിഷ്ണു ശരീരം വലുതാക്കി. ഈ അസുരന്മാരുടെ കാര്യം എങ്ങനെയാ വെച്ചാൽ ഒരു തവള എത്രത്തോളം വീർക്കും, അതിൽ കൂടുതൽ പറ്റില്ല. വിഷ്ണുവിന് അങ്ങനെയല്ല, വിഷ്ണുവിന് എത്ര വേണിച്ചാൽ വലുതാവാം. ഈ തവള വലുതായി കഴിഞ്ഞാൽ പരമാവധി ഇത്രയേ വലുതാവുള്ളൂ. മറ്റത് അങ്ങനെയല്ല, വിഷ്ണു അങ്ങോട്ട് വലുതായി ഒരു വലുതാവില്ല. ഈ തവള ഈ വിഷ്ണുവിൻ്റെ തൃത്തുടയിലെ ഒരു രോമത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ പ്രാണി, കാണാനും കൂടി പറ്റാത്തൊരു പ്രാണി ഇരിക്കുന്ന രീതിയിലായിപ്പോയി. അത്ര ചെറുതായി. അപ്പോൾ വിഷ്ണു വലിയ തുട ഇങ്ങനെ കാണിച്ചത്, അവിടെ വെള്ളമൊന്നുമില്ല, അവിടെ ഇരുന്നോളൂ, ഞാൻ വധിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ തുടയിലിരുന്നു അവർ. അപ്പോൾ അവർ രണ്ടുപേരും സുദർശന ചക്രം കൊണ്ട് വധിക്കുകയും ചെയ്തു. അങ്ങനെ മുക്തി കൊടുത്തു. സൂതൻ വിഷ്ണുവേവം ചൊന്ന നേരം പാരം വിസ്മിതരായവർ പറ്റിച്ചു നമ്മെ എന്നോർത്തു നിന്നാർ ശോകത്തോടും തഥാ എല്ലാം വെള്ളമല്ലാതില്ല മന്നൊരു ദിക്കിലും എന്നോർത്തു പാർത്തുകൊണ്ടേവം ചൊന്നാർ അസുര നായകർ മുമ്പു താനിങ്ങു തന്നല്ലോ വരമങ്ങു ജനാർദ്ദന തന്നാലും ആ വരം സത്യം ചൊല്ലുന്നോനല്ലയോ ഭവാൻ വിപുലം നീരടാദേശം തന്നിൽ കൊല്ലുക ഞങ്ങളെ വധ്യരാവാം ഞങ്ങൾ അങ്ങും സത്യവാക്കായി ഭവിക്കുക സ്വചക്രത്തെ സ്മരിച്ചും കൊണ്ടോതിനാൻ വിഷ്ണു സസ്മിതം കൊല്ലുവൻ വിപുലം വെള്ളമില്ലാ സ്ഥലിയിൽ നിങ്ങളെ എന്നു തൻ തുടകൾക്കേറ്റം വിസ്താരം കൂട്ടി മാപതി കാണിച്ചു വെള്ളത്തിന്മീതെ വിപുല സ്ഥലം അങ്ങനെ വെള്ളമില്ലിങ് വേണ്ടെന്നു വയ്ക്കുവൻ തല നിങ്ങളും സത്യം പാലിച്ചു ഞാൻ സത്യം പാലിച്ചിടുക നിങ്ങളും ഉണ്മയാമീ വാക്കു കേട്ട് ദൈത്യന്മാർ ചിന്ത ചെയ്തുടൻ 1000 യോജന വളർന്നിടിനാർ സ്വസ്വദേഹവും ഇരട്ടിയാക്കി ഹരിയും തുട വിസ്മിതരായി തഥാ തല വെച്ചാ രണ്ടുപേരും ആ മഹാജഘനോപരി തുടയ്ക്കുമീതെ അവർ തൻ കൂറ്റൻ തലകളാക്ഷണം സ്വചക്രം കൊണ്ട് കൊയ്തിട്ടാൻ ജഗന്നായകനാം ഹരി പ്രാണങ്ങൾ പോയി കൈടഭനും മധുവിനും അതേക്ഷണം പരന്നിത് അവർ തൻ മേധസ് ആ സമുദ്രത്തിലൊക്കെയും ഏവം മേദിനി എന്നുള്ള നാമം പൃഥ്വിക്കു ജാതമായി തിന്നാൻ കൊള്ളാത്തതായി മണ്ണ് ഈ കാരണത്താൽ മുനീന്ദ്രരെ. അപ്പോൾ ഒരു കർമ്മം ചെയ്താൽ അതിന് ഫലം ഉറപ്പാ. എന്താപ്പം ചെയ്യുക? ഇവര് വലിയ ശരീരമാണിത്. മധുവിൻ്റെയും കൈടഭൻ്റെയും ശരീരം വളരെ മേധസ്സോട് കൂടിയിട്ടുള്ള ശരീരമാണ്. വെള്ളത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വധകട് കഴിഞ്ഞോട് കൂടിയിട്ട് അത് മുഴുവനെ വെള്ളത്തിൽ അങ്ങോട്ട് ലയിച്ചു. ആ മേധസ് മുഴുവൻ വെള്ളത്തിൽ ലയിച്ചപ്പോൾ അത് ഭൂമിയായിട്ട് മാറി. ആ ഭൂമിയിൽ ഈ മേധസ് ലയിച്ചപ്പോൾ ഭൂമിക്ക് മേദിനി എന്ന് പേരുണ്ടായി. ഈ ഭൂമി ചലിക്കാത്തതാണ്. ഇപ്പോൾ പർവ്വതമൊക്കെ അചലം ആണല്ലോ. എന്ന കൂട്ടത്തിൽ ഭൂമിക്ക് ചലിക്കാത്തത് എന്നുള്ള അർത്ഥത്തിൽ അചല എന്നൊരു പേരുണ്ട്. ഭൂമി നമ്മൾ സ്വയമായ വട്ടം കറങ്ങണമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളേത് ബാധിക്കണില്ല. അപ്പം അതുകൊണ്ട് അതിന് അചല എന്ന് പേര്. ഭൂമി മുഴുവൻ എല്ലാ രാജാക്കന്മാരും ഒക്കെ കുറേ രാജാക്കന്മാർ, എല്ലാവരും എന്നല്ല, ഭൂമി മുഴുവൻ സ്വന്തമാക്കിയിട്ടുള്ളവരൊക്കെ കശ്യപന് ദാനം ചെയ്തിട്ടൊക്കെ ഉണ്ട്. രാമായണത്തിലൊക്കെ കാണാം, രാമൻ കശ്യപന് ദാനം ചെയ്തിട്ടുണ്ട് ഭൂമി. അപ്പം അതുകൊണ്ട് ഭൂമി കശ്യപൻ്റെ ആയതുകൊണ്ട്, പിന്നെ കശ്യപൻ്റെ മക്കളാണ് ഭൂമിയിലുള്ളവർ മുഴുവൻ. ദേവന്മാരായാലും മറ്റേ തിര്യക് ജാതി ആയാലും എന്താ പറയുക, ഈ ശലഭം ഇല്ലേ, ചിത്രശലഭം, അത് ആ വർഗ്ഗങ്ങളൊക്കെ എന്നർത്ഥം. പശു ആയാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ദേവദൈത്യ അവരൊക്കെ, ദാനവ അവരൊക്കെ ഈ കശ്യപൻ്റെ മക്കളാണ്. അപ്പം അതുകൊണ്ട് കശ്യപി എന്ന് പേരുണ്ട്. അതേപോലെ അനന്തമാണ്. എത്രയാ സ്ഥലം ഭൂമിയുടെ മുഴുവൻ നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കും. ഉള്ളിൽ എന്തായാലും പറ്റില്ല. ഇപ്പോൾ കടലിൻ്റെ അടിയിൽ എത്താൻ സാധിക്കില്ല. അങ്ങനെ അനവധി സ്ഥലങ്ങളുണ്ടല്ലോ. ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കില്ല. നമുക്കെന്നല്ല, നമ്മൾ പ്രയോഗിക്കുന്നതൊന്നും ചെല്ലാൻ സാധിക്കില്ല. ആകാശത്തേക്ക് പിന്നെയും കുറേ കൂടുതൽ വിടാൻ സാധിക്കും, പക്ഷേ ഭൂമിയുടെ ഉള്ളിലേക്ക് സാധിക്കില്ല. വിഷ്ണു തന്നെ പറഞ്ഞു, ഞാൻ താഴേക്ക് പോയി എനിക്ക് തരായില്ല കേട്ടോ എന്ന് ദേവിയോടും മഹാദേവനോടും പറയുന്നുണ്ട്. അതുകൊണ്ട് അനന്ത എന്ന് പേര്. പിന്നെ നമ്മളെ ധരിക്കുകയാണ്, ഭൂമി നമ്മളെ ധരിക്കുകയാണ്, അതുകൊണ്ട് ധര എന്ന് പേര്. പൃഥ്വി അതുപോലെ തന്നെ ഈ ഇപ്പം പൃഥുവിൻ്റെ സഹോദരിയായിട്ടുണ്ട്, അതുകൊണ്ട് പൃഥ്വി. ഇങ്ങനെ അമ്മയ്ക്ക് ധാരാളം പേരുകളുണ്ട് ഭൂമിക്ക്. ശ്രീ മഹാദേവി മണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. എന്തു ചോദിച്ചതോ നിങ്ങൾ അതു ഞാൻ തന്നു നിശ്ചിതം. വിദ്വാൻമാർ സതതം കൂപ്പും ആ മഹാമായയാം പര ആരാധ്യതാൻ അസുരന്മാർക്കും മഹേശ്വരി ഈ ശക്തിയൻ മീതയായി മറ്റില്ല മൂലകത്തിലും. ശ്രീ മഹാദേവി നമ.
സത്യം സത്യം സത്യമിത് വേദശാസ്ത്രാർത്ഥസമ്മതം പൂജയ ശക്തി സഗുണയായും നിർഗുണയായുമേ. മധുകൈടഭവതം എന്ന 9-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇങ്ങനെ 87 ശ്ലോകങ്ങളെ കൊണ്ട് ഈ 4 അധ്യായങ്ങളിലായിട്ട് ഇപ്പോൾ മധുകൈടഭവതം വിസ്തരിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ശ്രീശുക ബ്രഹ്മർഷിയുടെ കഥ. അപ്പോൾ അത് വ്യാസന് ഉണ്ണി ഉണ്ടായിട്ടുള്ള കഥ. അത് 4, 10, 14, 3 അധ്യായങ്ങളിലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ് ഈ മധുകൈടഭവതം. ഇനി ആ അധ്യായത്തിലെ 10-ാമത്തെ അധ്യായമാണ് ഇനി ഒരധ്യായം വായിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 3 അധ്യായം വേറെ. ഇങ്ങനെ കഴിഞ്ഞിട്ട് 14-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ശുഗൻ്റെ കാര്യം തന്നെ പറയണം. അതിലിടയ്ക്ക് ശുഗൻ്റെ വിദ്യാഭ്യാസാധികാരങ്ങൾ വിസ്തരിച്ച് പറയണം. മിഥില രാജാവിനോട് ചെന്നിട്ട് വാങ്ങുന്നത്. അതേപോലെ തന്നെ ഈ ആലിലകൃഷ്ണനായിക്കൊണ്ട് കിടക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിക്ക് മഹാലക്ഷ്മി ദർശനം കൊടുക്കുന്നതായിട്ടുള്ള ആ ഭാഗം. അപ്പം അത് 15-ാമത്തെ അധ്യായത്തിൽ. അവിടെ ആ ഉണ്ണിക്ക് സർവജ്ഞാനവും കൊടുക്കുക എന്ന ഭാവത്തിൽ അശരീരിയായിട്ട് സർവം ഖല്യുതം ബ്രഹ്മ എന്ന വാക്ക്, അത് ഈരടിയായിട്ട് സർവം ഖല്യുതമേവാഹം നാണ്യതസ്യ സനാതനം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. 15-ാമത്തെ അധ്യായത്തിലാണ്. ആ സമയത്ത് ഇതാരാ പറഞ്ഞത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ മഹാലക്ഷ്മി ദർശനം കൊടുക്കണം. ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം എന്ന് അമ്മ ആലിലകൃഷ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ അശരീരി കേൾപ്പിച്ചതും ആ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ലക്ഷ്മിയായ ഞാൻ അങ്ങേക്ക് ദർശനം തന്നതും എന്നെല്ലാം പറയുന്നതായിട്ടുള്ള ആലിലകൃഷ്ണന് ആ സന്ദർഭം. അതൊക്കെ അവിടെ ഈ ശ്രീശുക വ്യാസ ബന്ധം, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ മകൻ എന്നുള്ള ആ ബന്ധം, സ്വന്തമാക്കണമെന്നുള്ള മോഹം, അതിലൊക്കെ പെട്ടതായിട്ടുള്ള കഥകളിൽ പെട്ടതാണ്. നമുക്ക് നാളെ പാരായണം ചെയ്യാം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഈ ദേവി ഭാഗവതം എല്ലാവരും കേട്ട് ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ മഹാദേവി നമ. നാരായണ.